ഹലോ, അസ്സാം വലൈക്കും. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ബീഫ് അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അതിനാവശ്യമായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ തന്നെ എല്ല് നെയ്യ് ഒന്നും ഇല്ലാത്ത നല്ല ഇറച്ചി നോക്കിയിട്ട് അലുവ കഷ്ണം പോലത്തെ കഷ്ണങ്ങൾ വാങ്ങിയെടുക്കണം. അതിനുശേഷം നമ്മളത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി മാത്രം ഇട്ട് വെള്ളമില്ലാതെ ഒന്ന് വേവിച്ചെടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണേ. വെള്ളം നമുക്ക് അതിലേക്ക് ഒഴിക്കാൻ പാടില്ല. അപ്പോൾ നല്ല വറ്റി കായം പോലെ ആയിട്ട് നമുക്ക് ഇതിൽ കൂടി ചേർക്കാം. അതിനുശേഷം നമ്മൾ വെന്ത് ഇറച്ചി നല്ല എള്ളെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കണം. പൊരിച്ചെടുത്ത എണ്ണയിലേക്ക് തന്നെ നമ്മൾ ഉലുവ, കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി, ആവശ്യത്തിൻ്റെ വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി, പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നല്ലവണ്ണം മുരിഞ്ഞ് വരണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കൂടുതൽ കാലം നിൽക്കില്ല, പെട്ടെന്ന് കേട് വരാനുള്ള സാധ്യത ഉണ്ട്. വെള്ളത്തിൻ്റെ അംശമോ അതും പാടില്ല. അവരെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറഞ്ഞ തീയിലിട്ടിട്ട് സാവധാനം ഒന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അതിന് ശേഷം നമ്മളിതൊക്കെ നല്ലതായിട്ട് കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി കാശ്മീർ മുളകാണ് ചേർക്കുന്നത്. കളറിന് ആവശ്യമായി കാശ്മീർ മുളക് കൂടുതൽ ചേർക്കാം. എരിവിനാവശ്യമായി നമ്മൾ പച്ചമുളക് ചതച്ചിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക് വറുത്തെടുത്തത്, കുറച്ച് പഞ്ചസാര പൊടിച്ചത്, കുരുമുളക് പൊടിയും കൂടി വേണം. മിക്സ് ചെയ്തതിന് ശേഷം കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യാനുസരണം വിനാഗിരിയും കൂടി ചേർക്കാം. കൂടുതലാവരുത്, ഇത്രയും കൂടുതൽ പാർന്നത് തന്നെ 3 കിലോ ബീഫാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് കൂടുതലില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മസാല പരുവത്തിലായതിനു ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ബീഫെല്ലാം ഇട്ട് കൊടുത്തു. ഇനി അതും തന്നെ നമ്മൾ പച്ചവെള്ളമോ ചുടുവെള്ളമോ ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. അത് ചുഴറ്റി പാരുകയാണെങ്കിൽ തന്നെ കുറച്ച് വിനാഗിരി കൂടെ തന്നെ ചേർത്ത് ചുഴറ്റിയെടുക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാൽ നമ്മൾ ബീഫ് കൂടുതൽ കാലം നിൽക്കില്ല. അപ്പോൾ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ്, കുറേ തെറ്റുകളുണ്ടാവും, ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അസ്സലാമു അലൈക്കും.